മറ്റ് വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്ത സഹപാഠിക്ക് കുത്തേറ്റു. ഇരിങ്ങാലക്കുട ജ്യോതിസ് കോളേജ് വിദ്യാർത്ഥി ചേലൂർ സ്വദേശി ടെൽസനാണ് കുത്തേറ്റത്. രാവിലെ 9 മണിയോടെയാണ് സംഭവം. കാറളം സ്വദേശി സാഹിർ, ആലുവ സ്വദേശി രാഹുൽ എന്നിവരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സുവി വിശ്വനാഥൻ ചേരുന്ന വിവരങ്ങളുമായിട്ട്. സുവി, എന്താണ് ഉണ്ടായത്? നാട്ടുകാരും പോലീസും നൽകുന്ന വിവരം എന്താണ്? സനീഷ്, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കോളേജിലേക്ക് വിദ്യാർത്ഥിനി വരുമ്പോൾ ഈ വിദ്യാർത്ഥിനിയെ 2 പേർ ബൈക്കിൽ എത്തി ശല്യം ചെയ്യുകയായിരുന്നു. കാറളം സ്വദേശികളും ആലുവ സ്വദേശിയായ ഷാഹുൽ എന്നയാളുമാണ് ശല്യം ചെയ്തത്. ഇത് കണ്ടുനിന്ന ടെൽസൺ ഇവരെ ചോദ്യം ചെയ്തു. ഇതിനെ തുടർന്ന് പ്രകോപിതനായ ഷാഹുൽ ഈ ടെൽസനെ 4 തവണ കുത്തി എന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടർന്ന് ഇവർ ബൈക്കിൽ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ നാട്ടുകാർ ഈ 2 ബൈക്കിൽ ഇവരെ പിന്തുടർന്ന് ഈ 2 പേരെയും പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? വളരെ ഗൗരവതരമായ പരിക്കുകളാണോ ഉള്ളത്? കുത്തേറ്റ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ആ കുട്ടിയെ അപ്പോൾ തന്നെ ഇരിങ്ങാലക്കുടയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അറിയുന്നത്. ഏതായാലും ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. സനീഷ്, ഇത് ഈ കുത്തിയ ആളുകളും അക്രമികളും വിദ്യാർത്ഥികളാണോ, അല്ല പുറത്തുള്ള ആളുകളാണോ? അക്രമികൾ വിദ്യാർത്ഥികളാണോ അതോ പുറത്തുനിന്നുള്ള ആളുകളാണോ എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം പോലീസിനും ലഭ്യമായിട്ടില്ല. ഇക്കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഷാഹുൽ കാറളം സ്വദേശിയും ആലുവ സ്വദേശികളുമാണ്. ഈ പെൺകുട്ടിയുമായി നേരത്തെ പരിചയമുള്ളവരാണോ ഇവർ, അതോ എന്താണ് ഈ കാര്യം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയിലേക്ക് പോലീസ് എത്തുന്നേയുള്ളൂ. ഏതായാലും ഈ പെൺകുട്ടിയെ ഇവർ ശല്യം ചെയ്യുകയായിരുന്നു എന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. തുടർന്നാണ് ടെൽസൺ ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്. ശരി, വളരെ നന്ദി സുവിയ വിവരങ്ങൾക്ക്. കോളേജ് വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റത്.